CPM-ൻ്റെ സോഷ്യൽ മീഡിയ ടീം എന്തെല്ലാം ബഹളം വെച്ച് കഴിഞ്ഞാലും ഈ രീതിയിലാണ് ഭാരതം ഇനി പോകാൻ പോകുന്നത്. ഒരുത്തനെയും വകവയ്ക്കാതെ പോവാണ്, ഒരുത്തനെയും വകവയ്ക്കാതെ. ഇവരുടെ പ്രിയപ്പെട്ട സാമ്രാജ്യം തുർക്കി ഇപ്പോൾ ഇനി അനുഭവിക്കാൻ പോവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ 5 രാജ്യങ്ങൾ 8 ദിവസം കൊണ്ട് ചുറ്റി വന്നില്ലേ മോദി. അത് വെറുതെ ചുറ്റാൻ പോയതല്ലല്ലോ. അതിൽ പോയ ഒരു സ്ഥലം ഗ്രീസാണ്, ടർക്കിയുടെ അയൽവത്തുകാർ. ഗ്രീസും ടർക്കിയും തമ്മിൽ നിരന്തരം യുദ്ധമാണ്, വഴക്കാണ്. ആയുധമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നില്ലെന്നേ ഉള്ളൂ. ആ ഗ്രീസിന് മിസൈൽ കൊടുക്കാനും ഒക്കെ തീരുമാനമായിട്ടുള്ളൂ, ബ്രഹ്മോസ് കൊടുക്കാൻ. അതാണ് തുർക്കിക്കുള്ള മറുപടി. മര്യാദയ്ക്ക് ഇരുന്നോളണം, ഇല്ലെങ്കിൽ ബ്രഹ്മോസ് ഞങ്ങൾ ഇവിടെ നയിക്കേണ്ട കാര്യമില്ല, ഗ്രീസ് നിൻ്റെ തലയിലിടുക സാധനം. ഇതിനിടയ്ക്ക് ഗ്രീസിൻ്റെയും തുർക്കിയുടെയും പിടിയിലാണോ എന്ന് ചോദിച്ചാൽ രണ്ടുപേരുടെയും സ്വാധീനത്തിൽ കിടക്കുന്ന സൈപ്രസ് എന്ന് പറഞ്ഞൊരു ദ്വീപ് വേറെയും. ഈ മോദി വെറുതെ ചുറ്റാൻ പോകുന്നതല്ല, കാഴ്ച കാണാൻ പോകുന്നതല്ല. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അവിടെ ഇന്നുവരെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിട്ടില്ല. അവിടെയൊക്കെ ഇങ്ങേരെന്തിനാണ് പോകുന്നൊരു ലക്ഷ്യമുണ്ട്. അവരുടെ കയ്യിൽ റെയർ എർത്ത്സ് ഉണ്ട്, ഘാനയിൽ റെയർ എർത്ത്സ് ഉണ്ട്, സ്വർണ്ണമുണ്ട്. നമുക്ക് ഈ സാധനമൊക്കെ വേണ്ടേ? അല്ലാതെ അമേരിക്ക മസിൽ പിടിപ്പിക്കുന്ന നോക്കി എത്ര കാലം ഇരിക്കും?